ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. മന്ദഹാസം പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. നിന്നരുളുന്ന നേരമീരേഴുലകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്ക അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശേഷനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസാദികാടാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസീ കൗശികനും. ഈ വരികൾ സീതാ സ്വയംവരത്തിലെ കുറച്ച് വരികളാണ്. സീതാദേവിയെ ശ്രീരാമൻ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യങ്ങളാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. കോമളഗാത്രനും സുന്ദരനുമായ ശ്രീരാമനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സീതാദേവിയുടെ ജീവിതം സത്യത്തിൽ അതിജീവനത്തിൻ്റേത് തന്നെയായിരുന്നു. യഥാർത്ഥ പതിപത്നി ബന്ധത്തിൻ്റെ മാതൃക സമർപ്പണ ബുദ്ധിയോടെയുള്ള ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെയായിരിക്കണം എന്നാണ് സീതാദേവി എന്ന കഥാപാത്രം നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തം മനസ്സിനെ ഭർത്താവിൽ അർപ്പിച്ച് വേറൊരു പുരുഷൻ്റെ പ്രലോഭനങ്ങളിൽ തല താഴ്ത്താതെ സഹനത്തിൻ്റെ മാതൃകയാവുകയാണ് സീതാദേവി. പതിയുടെ തിരിച്ചുവരലിൻ്റെ ആഹ്ലാദം അനുഭവിച്ചു തീരുന്നതിന് മുമ്പ് വനത്തിൽ ഏകയായിപ്പോയ സീതാദേവി ഗർഭാലസ്യത്തിലും ഹൃദയത്തെ മുറിയാതെ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ജീവിതം സമർപ്പിക്കുമ്പോൾ സ്ത്രീ എന്ന രീതിയിൽ ജീവിത സമരത്തോട് മല്ലടിക്കുകയാണ് സീത എന്ന വ്യക്തിപ്രഭാവം. തൻ്റെ കർമ്മങ്ങളിലും കർത്തവ്യങ്ങളിലും ശ്രദ്ധാലുവായി ഭൂമിയിൽ നിന്നും വിടവാങ്ങുമ്പോൾ സ്ത്രീ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും മറ്റുള്ളവർക്ക് സഹനത്തിൻ്റെ മാതൃകയാവുകയാണ് ശ്രീരാമൻ്റെ ജീവനായ സീതാദേവി. തീർച്ചയായും ഈ ആധുനിക സ്ത്രീകളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോഴും തൻ്റെ ഇടത്തിൻ്റെ മനസ്സുറപ്പിൻ്റെ ഈ സഹനത്തിൻ്റെ മാതൃക കുറച്ചെങ്കിലും പകർത്തേണ്ടതുണ്ട് ജീവിതത്തിൽ എന്ന് തോന്നിപ്പോവുകയാണ്.